ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാമ്പെന്നും കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാന ബിഷപ്പ് ഞാൻ 100% അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ കണ്ട അനുഭവമാണ്. ഒൻപതാം ക്ലാസ്സുകാരിയ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ. രേണുസുതി, താങ്കൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് താങ്കളുടെ സുഹൃത്തുക്കൾ പോലും പറയാൻ തുടങ്ങിയിരിക്കുന്നു. രേണുസുതി സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരുപയോഗിച്ചുകൊണ്ട് ഇത്രയും പോപ്പുലറായി മാറി ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് വരുന്നു. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇച്ചിരി ഡീസൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഓക്കെ, ഇനി നല്ല ഒരു പോസിറ്റീവ് മൂഡിലായിരിക്കും ചേച്ചി മുന്നോട്ട് പോകുന്നതെന്ന്. എവിടെ വീണ്ടും തദൈവ. ആ ബിഷപ്പിനെ പറയാനുള്ളതെല്ലാം പറഞ്ഞു. സുഹൃത്ത്, കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് പോലും ഇപ്പോൾ മാറി. എന്നിട്ട് ആ സുഹൃത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ പറ, ബിഷപ്പ് കൊടുത്ത സ്ഥലത്ത് ഒരു വീട് കെട്ടി ഇപ്പോൾ അതിൽ താമസിക്കുന്ന രേണുസുതിയുടെ മക്കൾക്കാണ് വീട് കിട്ടിയെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പേരിലാണെങ്കിൽ പോലും രേണുസുതിയും അതിൽ താമസിക്കുന്നുണ്ട്. അതിൽ താമസിച്ചുകൊണ്ട് ആ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത പള്ളിയിലച്ഛനെ, രേണുവിനെക്കാട്ടിലും ഒരുപാട് പ്രായമുള്ളൊരു വ്യക്തിയാണല്ലോ, അതും ഒരു ബിഷപ്പ്, അദ്ദേഹത്തിനെ പറയാവുന്ന മാക്സിമം പറയുന്നു. ഇങ്ങനെയുള്ളൊരു വ്യക്തി ഇനി ആ വീട്ടിൽ താമസിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ പറ. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വീഡിയോയുടെ അവസാനം ഞാൻ വേറൊരു കണ്ടന്റും കൂടെ ഈ ഒരു വീഡിയോയിലേക്ക് ചേർക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും ഇന്നലെ തൊട്ട് മെയിൻ സ്ട്രീം ചാനലുകളിൽ കണ്ടുവരുന്നൊരു വാർത്ത, കരുവാരക്കുണ്ട് 16 വയസ്സുകാരനൊരു പയ്യൻ ഒരു 14 വയസ്സുകാരിയോട് ചെയ്ത ക്രൂരത. ഒരുപാടൊന്നും പറയാനില്ല അതിൽ, കാരണം ആ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി തക്കതായിട്ടുള്ള ശിക്ഷ അവന് കിട്ടട്ടെ. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു പോലീസുകാരൻ പറയുന്ന ഒരു ചെറിയ കാര്യം, അത് മക്കളുള്ള പെൺമക്കളും ആൺമക്കളുമുള്ള എല്ലാ അച്ഛനമ്മമാർ കേട്ടിരിക്കണം. അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് രേണുസുതിയുടെ സുഹൃത്ത് രേണുവിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. പക്ഷേ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ്. രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടെ ഉള്ളവർ നന്നാവണം, കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല, നമ്മളത് കട്ട് ചെയ്തു കൊണ്ട്. അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ, ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാമ്പെന്നും കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാന ബിഷപ്പ് ഞാൻ 100% അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. കാരണം എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര ഇതാകട്ടെ, താരം കിട്ടിയത് തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മൾ അവരെ കാൽച്ചോട്ടി കിടക്കണ്ട. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിനെ വിശപ്പാമെന്നൊക്കെ വിളിച്ചിട്ട് നാണം കെടുത്തപ്പോ ആൾക്കാർ അനങ്ങാതിരിക്കൂല. ബാക്കി വേറെ വീഡിയോ ക്ലിപ്പുകൾ കാണിക്കാം. അതിന് മുമ്പായിട്ട് നിമിഷ ബിജോ അറിയുമായിരിക്കുമല്ലോ അല്ലേ കുറെ ആളുകൾക്കെങ്കിലും. നിമിഷ പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു 101%. ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പരിപാടിയാണോ രേണു ചെയ്തത്? രേണുവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ബിഷപ്പ് താമസിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേണുവിന് നേരിട്ട് പോയി സംസാരിക്കാലോ, ചെയ്യാലോ. ഇച്ചിരി ഒന്ന് തല താത്തിക്കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ഒന്നും ഇടിച്ചു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. ബിഗ് ബോസ് താരത്തിന് എന്താ ആരുടെ മുന്നിൽ പോയി ഒന്ന് തല കുനിച്ച് നിൽക്കാൻ പറ്റില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇപ്പം താമസിക്കുന്ന വീട് വെക്കാൻ സ്ഥലം തന്നൊരു വ്യക്തിയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, എൻ്റെ ചേച്ചി ഫോൺ വിളിച്ചായിരുന്നു, എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ചേച്ചി വിളിച്ച് ചോദിച്ചായിരുന്നു ബിഷപ്പിനോട്, ബിഷപ്പേ ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ താങ്കൾക്ക് എന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രേണുവിന് എന്താ വിളിച്ച് ചോദിക്കാൻ പറ്റത്തില്ലേ? രേണുവിൻ്റെ വല്ല ഇറങ്ങിപ്പോവോ താഴത്തേക്ക്? പിന്നെ ആ ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചത് ഞാനും കണ്ടതാണ്, നിങ്ങളെ എല്ലാവരെയും കാണിച്ചതാണ്. പക്ഷേ നിമിഷ അതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഞാൻ അത് കേട്ടില്ല കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഈ രേണുവിൻ്റെ പരിപാടികൾ കാണാൻ താല്പര്യമില്ല, അത് വേറെ കാര്യം. കാരണം വെറുപ്പീര് വർത്താനോ, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ തന്നെ കൂടുതലും കാണുന്നത് നമ്മൾ ഈ കട്ടിങ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുമ്പോഴായിരിക്കും. മൊത്തത്തിൽ ഈ സ്ഥാനത്തിൻ്റെ ഇപ്പം കാണാൻ ആർക്കും താല്പര്യം കാണത്തില്ല. കാരണം വായിന്ന് വീഴുന്ന അതുപോലെ മുലക്കച്ച കെട്ടി വന്നിരിക്കുവാണെന്നോ പുള്ളി, അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ഈ ജന്തു. രേണു ഒരു ലിമിറ്റല്ലേ രേണു? രേണുവിനെ പറ്റി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഇനിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നൊക്കെ അദ്ദേഹം ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ മറ്റേ എന്താണ് ഈ കഥകൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെ കൊണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്നല്ല വിളിപ്പിക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾ വിളിക്കണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് അങ്ങോട്ട് പോകാം. ഞാൻ നേരത്തെ ചോദിച്ച കണക്ക് എന്തെങ്കിലും ഇറങ്ങിപ്പോവോ ബിഗ് ബോസ് താരത്തിൻ്റെ? ഒരു ഇച്ചിരി മാന്യത. കൂട്ടുകാരി ആയിരുന്നു, ഇപ്പം കൂട്ടുകാരിയൊന്നുമല്ല, നമ്മൾ അതിനകത്തുനിന്ന് ഒഴിഞ്ഞാന്നാ പറയുന്നത്. വയ്യ,
നല്ല ബുദ്ധിയൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ചെയ്തത് മോശമാണ്. നിങ്ങളുടെ സുഹൃത്ത് തന്നെ വന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈ കൂടെ സുഹൃത്തെന്ന് പറഞ്ഞ് വേറെ 1-2 ഐറ്റങ്ങളുണ്ടല്ലോ, മറ്റേ ഒരു ബ്ലോഗറൊക്കെ എന്ന് തിരിച്ചു കൊട്ടുവന്ന് നോക്കി വെച്ചോ രേണു. അവർ തന്നെ വേറൊരു യൂട്യൂബറിനെ വിളിച്ച് പറയുന്നതൊക്കെ എല്ലാവരും കേട്ടതാണ്. അതുലിനെ വിളിച്ചു പറഞ്ഞതാണ് അവളുടെ പരിപാടിയൊന്നും ശരിയല്ല, എന്നിട്ട് ഇപ്പോഴും മറ്റേ തോളെ കൈയിട്ടിട്ട് മോളെ നീ ചുന്ദരിയാടി, നീ ചുന്ദരി പാവയാടി എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഒരു സൈഡിൽ കൂടെ എരിവ് കയറ്റി വിടുക. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, എരിവ് കയറ്റില്ല നീ സുന്ദരിയാണെന്നും പറഞ്ഞ്. എനിക്കങ്ങനെയാ തോന്നിയത്. കൂടുതൽ മറ്റേ ബൂസ്റ്റപ്പ് കൊടുത്ത് നീ വിളി, നീ ബിഷപ്പിന്റെ 2 തലമുറയ്ക്ക് നീ വിളി, നമ്മളുണ്ട് കൂടെ എന്നും പറഞ്ഞിരുത്തി ചിലപ്പോൾ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം, നമുക്കറിയത്തില്ല. എന്താണെങ്കിലും പരിപാടി അത്ര നല്ല പരിപാടിയൊന്നുമല്ല രേണുവിന്റെ ഭാഗത്ത് നടക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു വീഡിയോ എടുത്ത് കാണാൻ ഇടയായി. ഇന്ന് രാവിലെ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു പയ്യൻ ഇതിനെ പറ്റി ഈ ബിഷപ്പ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചല്ലോ. പക്ഷെ ആ വക്കീൽ നോട്ടീസ് കൊണ്ട്, അതായത് 7 ദിവസത്തിനുള്ളിൽ വീഡിയോ പുള്ളിക്കെതിരെ സംസാരിക്കുന്ന ഈ വൃത്തികേടുകളൊക്കെ മാറ്റിയില്ലെങ്കിൽ, പുള്ളിയോട് മാപ്പം പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്നുള്ളൊരു മൂഡിൽ പുള്ളി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല അതിന്റെ സത്യാവസ്ഥകൾ, നിയമ പരിപാടികളൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ ആ വീഡിയോ കാണിക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും നിൽക്കാത്തത്. നമുക്കറിയില്ല. എന്താണെങ്കിലും ആ ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പരിപാടി ഒരു സൈഡിൽ കൂടെ നടന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയോ ഇല്ലയോ, ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ അവരും തിരിച്ചു പറഞ്ഞിട്ട് ഇനിയും ആ മക്കള് വലുതാകുമ്പോൾ, ചെറിയ ചെറുക്കനും കൂടെ വലുതാകുമ്പോൾ അവരാ വീട് എന്താ വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ രേണുവിന് ഇനിയും എന്ത് ഉളുപ്പില്ലേ? ആ വീട്ടിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ താമസിക്കാൻ തോന്നുന്നു? സ്വന്തം അച്ഛൻ്റെ അമ്മയൊക്കെ അവിടെ ഇടാൻ എങ്ങനെ തോന്നുന്നു രേണു? ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഡീസൻ്റ് ആയെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കണക്കാ. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇതൊന്ന് കേട്ടോണേ. ഇപ്പോ ഈ നിമിഷമായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നം ഇല്ലായിരുന്നു, എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ചേച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ട് എന്തിനായിരിക്കും ഇവരിപ്പോ ഇത്രയും നാൾ കൂടെ നിന്ന ആള് അങ്ങോട്ട് തിരിഞ്ഞത് എന്ന്? എനിക്ക് അറിയത്തില്ലടാ. ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു വീഡിയോ ഇറങ്ങുമ്പോ ഞാൻ ഇവരെ വിളിച്ചായിരുന്നു. എടാ എന്താണ് അപ്പൊ പറഞ്ഞ? ഇല്ലടാ ഞാൻ അങ്ങനെ അല്ലടാ പറഞ്ഞത്, ഇങ്ങനെയാടാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. പിന്നെ വീഡിയോസ് വരാൻ തുടങ്ങി. എനിക്കറിയില്ല എന്താണ്, എന്തോ ആവട്ടെ, അത് അവരുടെ സന്തോഷമാണ്, അവരത് ചെയ്യട്ടെ. എനിക്കതിനകത്ത് ഒരു പ്രശ്നമില്ല. യൂട്യൂബിൽ ബാക്കി കേൾക്കാം. യൂട്യൂബിൽ ഹനാൻ തുടക്കം കേട്ടല്ലോ, ബാക്കി കേൾപ്പിക്കാമേ. അപ്പൊ രേണു പറഞ്ഞത് ആദ്യം ഇങ്ങനെ നിമിഷ പറഞ്ഞപ്പോഴത്തേക്ക്, ഫസ്റ്റ് അവരുടെ ഒരു ലൈവിൽ തന്നെ അവർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു, അത് അങ്ങനെ പറഞ്ഞത് അല്ലടാ എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ കുറേ തുരുതുരാ വീഡിയോസ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. രേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേണു കണ്ട ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് നിന്ന് കഥ പറയാറുണ്ടല്ലോ, ഇല്ലേ? ഉണ്ടല്ലോ. അതുപോലെ നിമിഷം അങ്ങ് പറയുന്നതെന്ന് വെച്ചാൽ മതി. രേണു പിടി കിട്ടിയോ? ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു, അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. രേണു എന്ത് പറഞ്ഞാലും അത് അവർ ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി രേണു. ജനങ്ങൾക്ക് പക്ഷേ കുറച്ചും കൂടെ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. കാരണം അവർ പറയുന്നത്, ഇവിടെ ഓരോ വ്യക്തിയും നിങ്ങളുടെ ഈ വിഷയം സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിഷയം കാണുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മനസ്സിലായതാണ് പണ്ടേ ഇച്ചിരി ഉടായ്പൊക്കെ ഉണ്ടെന്ന്. ഇപ്പോഴേ അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായി. എങ്ങനെയാ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത് അവിടെ കയറി കിടന്ന് താമസിക്കുന്ന കൊടുത്ത ആളെ നിർത്തും. ഇനി ആളുകൾ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് നിർത്തും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്ത് വിശ്വസിച്ച് സഹായിക്കും വേറൊരാളെ? സഹായിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ വല്ലതൊക്കെ കേൾക്കേണ്ട വരും. എന്തിനാണ് ഇങ്ങനെയൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? വല്ലവർക്കും സഹായം ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇനി എല്ലാവരും ചിന്തിക്കും. ഇതുപോലെ രേണുവിനെ പോലുള്ള ആളുകളല്ല, അല്ലെങ്കിൽ ഇവരുടെ ആദ്യകാലത്തെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, ഇതേപോലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ഇപ്പൊ കഷ്ടപ്പാടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഹെവി റിച്ചി ഗേൾ ആണ്. അപ്പൊ എന്താണെങ്കിലും റിച്ചി ഗേൾ എന്നൊക്കെ റിച്ചി വല്യമ്മയാണ്. അപ്പൊ എന്താണെങ്കിലും അന്ധകാലത്ത് ആ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന കണ്ടിട്ടാണ് ഇവരൊക്കെ സഹായം ചെയ്യുന്നത്. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ പല ആൾക്കാരും സഹായിക്കാൻ മുന്നോട്ട് വരും. പക്ഷെ അതൊക്കെ ഇനി ആ വരുന്നവരെല്ലാവരും ഇനി ഒന്ന് സംശയിക്കും. ഇന്നിനും ചെയ്തു കൊടുത്ത് നാളെ ഇനിയും വല്ലതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയാവോടെ? ഇല്ലേ? സത്യമല്ലേ? ആളുകൾ ചിന്തിക്കത്തില്ലേ? അങ്ങനെ ചിന്തിക്കാനുള്ളൊരു വഴിയാണ് രേണു സുധി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഇനി പല സഹായങ്ങളും കിട്ടത്തില്ല. രേണു കാരണം എത്ര പേർക്കാണ് രേണു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നത്. അത് രേണു സുധി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഹനാൻ എന്ന് പറയുന്ന വ്യക്തി, ഒരു യൂട്യൂബർ, അവരെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, കേട്ടോ. ഹനാൻ എന്ന് പറയുന്ന ഒരാള് ചേച്ചിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അബോഷൻ ചെയ്തു പല കാര്യങ്ങൾ. അപ്പൊ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈ പേര് പറഞ്ഞ പുള്ളിക്കാരി എന്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ്, എന്തുകൊണ്ടടി വിശേഷം, സുഖമാണോ? ഞാൻ പറഞ്ഞു, സുഖമാണ്. ഞാൻ അങ്ങനെ ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല, ഇല്ലാത്തൊരു വ്യക്തിയാണ്. വല്ലപ്പോഴും മെസ്സേജ് അയക്കും.
അങ്ങനെ അയച്ചൊരു വ്യക്തി ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വിവാദം നടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. അപ്പൊ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ചേച്ചിനെ ടാർഗറ്റ് അവർക്ക് റീച്ചിനായിരിക്കും. അത് അവർക്കല്ലേ അറിയത്തുള്ളൂ. റീച്ചിന് വേണ്ടിട്ട് സുഹൃത്തിനെ അങ്ങനെ ചെയ്യുവോ? എനിക്കറിയത്തില്ല. ഞാൻ എല്ലാരും സുഹൃത്തായിട്ട് കാണുന്നത്, അവര് പലരും എന്നെ സുഹൃത്തായിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും. അതാവും. ഈ ചേച്ചിയുടെ അല്ല, അങ്ങനെ ആണേലും അല്ലല്ലോ. ഇപ്പൊ ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, അല്ല എന്റെ മക്കളെ ബാധിക്കുന്ന കാര്യമല്ലേ, എന്റെ ഫാമിലിയെ ബാധിക്കുന്ന. രേണുവിന്റെ സുഹൃത്തായിരുന്നു ഇപ്പോൾ രേണുവിനെതിരെ സംസാരിക്കുന്നു. രേണുവിനെതിരെ സംസാരിച്ചാൽ ഉടനെ രേണുവിന്റെ വിചാരം റീച്ച് കിട്ടാൻ വേണ്ടിയാണ് രേണുവിനെതിരെ സംസാരിക്കുന്നത് എന്നാണ്. രേണു എന്നാണൊരു കാര്യം തോന്നിത്തോട്ടെ, ഈ റീച്ച് കിട്ടാൻ രേണുവിനെ പൊക്കി പറഞ്ഞാൽ എന്താ രേണു റീച്ച് കിട്ടാത്തെ? അതെന്താ കിട്ടാത്തെ? എല്ലാവരും രേണുവിനെ കുറ്റം പറയുമ്പോഴാണല്ലോ റീച്ച് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് രേണു ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മലയാളികൾക്ക് ബോധമുണ്ട്. നിങ്ങളുടെ കാട്ടായം കാണുമ്പോൾ ആർക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നത്തില്ല. സപ്പോർട്ട് ചെയ്യാൻ വരുന്നവനെ തെറിയും പറഞ്ഞ് റിപ്പോർട്ട് ചാനൽ അടിച്ച് നശിപ്പിക്കുമെന്നേ ഉള്ളൂ. പിടികിട്ടിയോ? കാരണം നിങ്ങൾക്കെതിരെ പറയുമ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് പറയുമ്പോൾ റീച്ച് കിട്ടും. അത് രേണു മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ഇനിയിപ്പം നന്ദികേട് അതിനെപ്പറ്റിയൊന്നും രേണുവിനോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ, കാണിച്ചു. അതിനുള്ള ഇനിയിപ്പോൾ എന്തായാലും അനുഭവിക്കും. ഇനി അല്ലെങ്കിലും എന്നെ അങ്ങനൊന്നും ഇറക്കി വിടാൻ പറ്റത്തില്ല വീട്ടിൽ നിന്ന് എന്നും പറഞ്ഞ് വീണ്ടും ഒരു ഉളുപ്പും ഇല്ലാതെ ആ വീട്ടിൽ തന്നെ താമസിച്ചോ? പിടികിട്ടിയോ? ആ തന്ന വ്യക്തിയെയും തെറി പറഞ്ഞ് അയാൾ തന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിച്ച് അവിടെ കിടന്നങ്ങോട്ട് മെഴുക്. എന്നിട്ട് പുള്ളിയെ ഇനിയും പറ പുള്ളി മുലക്കച്ച കെട്ടിയും ഒക്കെ വന്നിരിക്കുന്നതെന്ന്. ഒരു ഇച്ചിരി ഉളുപ്പ് കേട്ടോ. ഇനി ഏതെങ്കിലുമൊക്കെ ഇനി ഇവരുടെ കൂടെ ഈ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോടൊക്കെ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒരു ഇച്ചിരി ഉളുപ്പും മാനൊന്നാണോ ഉള്ളവരൊന്നും ഇവരുടെ കൂടെ പോയി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നവരോട്. എന്താണെങ്കിലും രേണുസുതി അവിടെ തീരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ പ്രിയപ്പെട്ടവരെ. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത. ഇന്നലെ തൊട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ കോണ്ടന്റ് നമുക്കങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ന്യൂസിൻ്റെ കട്ടിങ്ങോ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെയ്തിട്ടും കാര്യമില്ല. പൈസ പോട്ടെ, പക്ഷേ ചാനലിനെ അത് ബാധിക്കും. നമുക്ക് ആഡ് സൂട്ടബിലിറ്റി വരും. അങ്ങനെയുള്ള 1-2 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് തെളിഞ്ഞു. ഇന്നലെ തന്നെ പൊക്കിക്കൊണ്ട് പോയി ചെയ്തവനെ. 16 വയസ്സുകാരൻ, 14 വയസ്സുകാരി. നിങ്ങൾ ആലോചിക്കണം. 2K ഗുണ്ടകൾ എന്തോ വലിയ സംഗതിയാണെന്ന് പറഞ്ഞ് കുറേ എണ്ണം നടക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ചേച്ചിമാരെ, ചേട്ടന്മാരെ, പെങ്ങന്മാരെ, അനിയന്മാരെ നോക്കിക്കോണം. പിള്ളേരെ, കിളവന്മാരും അല്ലെങ്കിൽ നമ്മുടെ ഏജുള്ളവർ മാത്രമൊന്നും അല്ല ഇവിടെ ഈ പരിപാടികൾ ചെയ്യുന്നത്. മനസ്സിലായോ? വാർദ്ധക്യം ബാധിച്ചവർ മാത്രമാണ് ഇവിടെ മറ്റേ മൂത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് അല്ല, ഒന്നുമല്ല. എല്ലാ കാറ്റഗറി ആളുകളുടെ ഇടയ്ക്കും ചെറ്റകളുണ്ട്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളിനിപ്പോൾ തേച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഓക്കെ ടാറ്റ ബൈ ബൈ, അടുത്ത ആളെ നോക്കി അങ്ങ് പോടേ, ഞാൻ അത്രേ പറയത്തുള്ളൂ. അല്ലാതെ ഉടനെ അവളോട് വൈരാഗ്യം അത് ഇല്ലാതെയാക്കുന്ന പരിപാടിയിലോട്ടൊക്കെ പോകേണ്ട കാര്യം അതെനിക്ക് മനസ്സിലാവുന്നില്ല. ടോക്സിക് റിലേഷൻഷിപ്സും തേങ്ങയും മാങ്ങയൊക്കെ ഉണ്ടടേ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാളെ ഇല്ലാതെയാക്കുക, അതും ഇത്ര ക്രൂരമായിട്ട്. ഒരു പോലീസുകാരൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല, അല്ലാതെ തന്നെ ആ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കണമെന്ന് തോന്നി. ഇത് എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പാഠമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിച്ചോണം മക്കളെ. അതിനു വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യമാണ്, ഒരു സംഭവം, ഒരു കൃത്യം ഈ പോലീസുകാരൻ പറയുന്നുണ്ട്. ഒന്ന് കേട്ടോണേ. അല്ല, ഞങ്ങളെ കണ്ട അനുഭവമാണ്. 9ാം ക്ലാസ്സുകാരിയ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ +1 പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം. എന്നിട്ട് ഒരു അമ്മ അറിഞ്ഞില്ല, 2ാമത്തെ നിലയിൽ. അപ്പൊ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. എങ്ങനെ ഇരിക്കുന്നിപ്പോ? 9ാം ക്ലാസ്സുകാരിയുടെ, നിങ്ങൾ ആലോചിക്കണം, 9ാം ക്ലാസ്സുകാരിയുടെ കട്ടിലിനടിയിൽ കാമുകൻ. +1കാരി ചേട്ടത്തിക്ക് സംഗതി അറിയാമായിരുന്നെന്ന്. ആ 2 പെൺപിള്ളാരുടെയും തന്തയുടെയും തള്ളയുടെയും അവസ്ഥ, അച്ഛനമ്മമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച നിങ്ങൾ. അവരുടെ അച്ഛനമ്മമാരുടെ അവസ്ഥ. 9ൽ പഠിക്കുക. ഇതിനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണെന്ന് ആയിപ്പോവും, എങ്കിലും പറയുകയാണ്. അധ്യാപകർ പിള്ളേരെ തല്ലിയാൽ അത് പ്രശ്നമാകും. ഓക്കെ, സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒക്കെ മക്കളെ തല്ലാലോ? തെറ്റായ വഴിയെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു പെൺമക്കളെ, അല്ലെങ്കിൽ ഒരു പെൺ കുഞ്ഞിനെ, അല്ലെങ്കിൽ 2 പെൺമക്കളെയും ആ അച്ഛനമ്മമാർക്ക് തല്ലാം. നല്ല പുളിവാറ് കൊണ്ട് അറിയണം ഇതിനെയൊക്കെ. എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ ഇവിടെ, അല്ലേ?
അല്ലാതെ ആ കട്ടിലിന് അടിയിൽ നിന്ന് കിട്ടിയവനെ മാത്രം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല, പ്രത്യേകിച്ച് ആ മൂത്ത +1 പഠിക്കുന്നവൾ, അവക്കിട്ട് വേണം കൊടുക്കാൻ. സഹോദരി, അത് 9 പഠിക്കുന്നവള് കട്ടിലിനടി കാമുകനെ കയറ്റിയെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളല്ലേ ഫസ്റ്റ് കൊടുക്കേണ്ട പൊട്ടീര്, എന്നിട്ടല്ല ഇട്ട് കൊടുക്കേണ്ട അച്ഛനും അമ്മയ്ക്കും ഒക്കെ. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ വീണ്ടും അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ആലോചിക്കുന്നത്. എങ്ങനെ ഇനി ആ വീട്ടിൽ നിന്ന്, ആ പെൺമക്കളുള്ള ആ വീട്ടിൽ നിന്ന് മനസമാധാനത്തോടു കൂടി ആ പെൺമക്കളെ വീട്ടിൽ ഇരുത്തിട്ട് അവരെങ്ങനെ ഒന്ന് വെളിയിൽ പോവും? എങ്ങനെ പോവും? ഇത്രയും ചെറുപ്രായത്തില് ഈ 2K മക്കള് ഓക്കെ, മക്കളെ പ്രേമിച്ചോ, പക്ഷെ ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. നിന്റെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മളും ഒക്കെ വന്ന്, നമ്മളെക്കാട്ടിലും മുതിർന്ന ആക്കാളും എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കട്ടിലിനടിയിൽ എടാ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എടാ? നിങ്ങളൊക്കെ പറഞ്ഞ തെറ്റായി പോകും, ചില അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും പറയൂ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു കുത്തിക്കഴുകൊണ്ട് പറഞ്ഞു പോവുക. പ്രണയിച്ചോ നീയൊക്കെ, പക്ഷെ ഇതൊക്കെ പ്രണയിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല, പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? എനിക്കിപ്പോഴും ദേഷ്യം 9 പഠിക്കുന്ന പെങ്കൊച്ചിനോടല്ല, അതിനേക്കാട്ടിലും എനിക്ക് ദേഷ്യം തോന്നുന്ന +1 പഠിക്കുന്ന ചേട്ടത്തിയോടാ. ബോധമില്ലേ ഇവക്കൊന്നും? ആ ഇളയ കൊച്ചിനെക്കാട്ടിലും ഒന്നും എനിക്ക് 2 വയസ്സിന് മൂത്തതല്ലേ, അതിൻ്റെ ഒരു ബോധം കാണിച്ചൂടെ? ഇതൊക്കെ എല്ലാ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലഘട്ടം ഇതാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. മക്കൾക്ക് സ്വാതന്ത്ര്യമൊക്കെ വേണം, കൊടുത്തോളൂ ആവശ്യത്തിന്, പക്ഷെ ആവശ്യത്തിന് മാത്രം, അനാവശ്യത്തിനായി പോകരുത്. അങ്ങനെ ആയി പോകുമ്പോഴാണ് ഇതുപോലുള്ള വൃത്തികേടുകൾ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇതുപോലുള്ള വൃത്തികേടുകൾ നടക്കുന്നത്. മലപ്പുറത്ത് ഒരു പെൺകുഞ്ഞിൻ്റെ ജീവൻ ആലോചിച്ച് നോക്ക്. വെറും 14 പോയില്ലേ? പോയപ്പോൾ ആർക്ക് പോയി? അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി. അവനിനി എന്തൊക്കെ കുത്തിക്കയറ്റിയിട്ട് നടക്കുന്നത് നമുക്ക് അറിയത്തില്ല, ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണമെങ്കിൽ. മനസ്സിലായോ? അത് പല കഥകൾ, പല കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഒന്ന് ഞെട്ടി. നല്ല പൊട്ടീര് കൊടുക്കണ്ടായിരുന്നു ആ പെങ്കൊച്ചിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവനിട്ട്. കാരണം ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുക, അവളെ കാണുന്നില്ല, അവളെ 2 ദിവസം കണ്ടില്ലെങ്കിൽ അവനങ്ങോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ പിള്ളേരുടെ. എൻ്റെ പൊന്നെ, ഇപ്പോഴത്തെ പിള്ളേരെ മാത്രമല്ല കുറ്റം പറയുന്നത്, ഉണ്ടടേ, ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് കൃമികടിയുള്ളവന്മാർ. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇത്രയും ചെറുപ്പത്തില് ഒരുത്തരെ വിളിച്ച് കട്ടിലടിയിലൊക്കെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് മൊത്തം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.